പറയാനുള്ളത്. മനുഷ്യരെ തട്ടുകളായി തിരിക്കുന്ന വർഗ വിഭജനത്തെക്കുറിച്ച് ഇസ്ലാമിന് യാതൊരു പരിചയവുമില്ല. ജന്മത്തിന്റെ പേരിൽ അഹങ്കാരത്തിനും അധമത്വത്തിനും വിധേയമാക്കുന്ന മനുഷ്യാവസ്ഥയുണ്ടല്ലോ. ജനിച്ചത് ഉന്നതനായി പോയി, ഉന്നത തറവാട്ടിലായി, അതല്ലെങ്കിൽ ഉന്നത ജാതിയിൽപ്പെട്ടു, അല്ലെങ്കിൽ അധമജാതിയിൽപ്പെട്ടു, അതുകൊണ്ട് നീ അധമനാണ് ഉന്നതനാണ് എന്ന് പറഞ്ഞ് വേർതിരിച്ചു നിർത്തുന്ന സംസ്കാരം. കറുത്ത തൊലിയുള്ളവനായി പോയി, വെളുത്ത തൊലിയുള്ളവനായി പോയി വേർതിരിക്കപ്പെടേണ്ടതുണ്ട് എന്ന സംസ്കാരം. പണക്കാരനായി പോയി എന്നതുകൊണ്ട് വേർതിരിക്കേണ്ടതുണ്ട് എന്ന സംസ്കാരം ഇസ്ലാമിന് അന്യമായ സംസ്കാരമാണത്. ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത സംസ്കാരമാണത്. എന്നല്ല, ഇസ്ലാം ഏറ്റവും അധികം എതിർത്തിട്ടുള്ള സംസ്കാരമാണത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. പരിശുദ്ധ ഖുർആൻ 49-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനം. മനുഷ്യരെ, നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. ഒരേ മാതാപിതാക്കളുടെ മക്കൾ, ഒരൊറ്റ മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമായി നിങ്ങളെ സൃഷ്ടിച്ചവൻ. നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ മാതാപിതാക്കളിൽ നിന്നാണ്. നിങ്ങളിൽ പിന്നെ വർഗങ്ങളും വിഭാഗങ്ങളും ജാതികളും തറവാടുകളുമെല്ലാം ഉണ്ടായത് കേവല മേൽവിലാസങ്ങളായിക്കൊണ്ടാണ്, തിരിച്ചറിയാൻ വേണ്ടി മാത്രം. നിങ്ങളിൽ ആരെങ്കിലും ആരെക്കാളും ഉന്നതന്മാരല്ല, മറിച്ച് നിങ്ങളിൽ ഔന്നത്യം നിശ്ചയിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ്, ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇങ്ങനെ മനുഷ്യരെ ഒരൊറ്റ സമുദായമായി കാണുന്ന ആദർശം, ഒരേ ഒരു ദൈവം ഒരൊറ്റ ജനത എന്ന സന്ദേശം പഠിപ്പിക്കുന്ന ആദർശം, ആദർശത്തിനെ ക്രൂരതയെ കുറിച്ച് അറിയില്ല. ആദർശം പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയാൽ അദ്ദേഹം ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. എങ്ങനെ സത്യത്തിലേക്ക് ക്ഷണിച്ചു? പ്രയാസം സഹിച്ചുകൊണ്ട്, പീഡനങ്ങൾ സഹിച്ചുകൊണ്ട്. ആർക്ക് വേണ്ടി? ജനങ്ങൾക്ക് വേണ്ടി. അതാണ് ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും വലിയ സേവനം ചെയ്യുക. ആ സേവനം ചെയ്യുമ്പോൾ പക്ഷേ ജനങ്ങളുടെ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വരിക. ഇതാണ് പ്രവാചകന്റെ ജീവിതം. നീണ്ട 13 വർഷക്കാലം മക്ക കാലഘട്ടം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു വേണ്ടിയാണ് പണിയെടുത്തത്? റസൂലുള്ളാഹിയുടെ തന്നെ ഒരു ഉദാഹരണം നാം നോക്കുക. ഞാൻ ഒരാളെ പോലെയാണ്, വിളക്കിനടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, കത്തിച്ചു വലിച്ച അഗ്നിക്കടുത്തിരിക്കുന്ന മനുഷ്യൻ. ആ അഗ്നിക്കടുത്തേക്ക്, തീക്കടുത്തേക്ക് പാറ്റകൾ പാറി അടുത്തുകൊണ്ടിരിക്കുന്നു. പാറ്റകൾ തീയിലടുത്തെത്തിയാൽ അത് കരിഞ്ഞ് വീണ് തീയിൽ വന്നീറായി പോകും. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പാറ്റകൾ അകറ്റുകയാണ്, ആട്ടി അകറ്റുകയാണ്. ഇവിടെ തീയാണ് എന്ന് പറഞ്ഞ് ആട്ടി അകറ്റുകയാണ്. പാറ്റകളോടുള്ള സ്നേഹമാണ് അതിന് പിന്നിൽ. പക്ഷേ അയാളുടെ നിർദ്ദേശം പോലും പാലിക്കാതെ പാറ്റകൾ ആ നിർദ്ദേശത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് ഈ തീയിൽ വന്ന് ചാടിക്കൊണ്ടേയിരിക്കുന്നു, അഗ്നിക്കിരയായിക്കൊണ്ടേയിരിക്കുന്നു. ഇതേപോലെയാണ് പ്രവാചകന്റെ ദൗത്യം. ജനങ്ങൾ അഗ്നിയിലേക്ക് ഓടി വന്ന് ചാടിക്കൊണ്ടിരിക്കുന്നു, ശാശ്വതമായ അഗ്നിയിലേക്ക്, നരകത്തിലേക്ക്. ആ ജനങ്ങളെ ആട്ടിയകറ്റുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പിന്നിലുള്ള വികാരം എന്താണ്? ആ മനുഷ്യരോടുള്ള സ്നേഹമാണ്, മറ്റൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നമുക്കറിയാം, നാം കേട്ടിട്ടുള്ളതാണ് പലപ്പോഴും. പ്രവാചകന്റെ ജീവിതത്തിൽ റസൂലുള്ളാഹി തന്റെ ദൗത്യ നിർവഹണം തുടങ്ങിയ സമയം മുതൽ ഓരോരുത്തരും മരണപ്പെടുന്ന സമയം വരെ അദ്ദേഹത്തിന് താങ്ങും തണലുമായി നിന്നിരുന്ന ഒരു മുസ്ലിമും ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യനും, മുസ്ലിം ഖദീജ റളിയല്ലാഹു അൻഹ, മുസ്ലിം അല്ലാത്ത മനുഷ്യൻ അബൂ ത്വാലിബ്, അദ്ദേഹത്തിന്റെ പിതൃവ്യൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തിൽ വിശ്വസിച്ചയാൾ, അദ്ദേഹത്തിന്റെ ഭാര്യ. ഇവർ രണ്ടുപേരുമായിരുന്നു മക്കയിലെ പീഡനങ്ങളുടെ കാലഘട്ടങ്ങളിൽ പ്രവാചകന് താങ്ങും തണലുമായി നിന്നിരുന്നത്. ഇങ്ങനെ താങ്ങും തണലുമായി നിന്നിരുന്ന ആ കാലഘട്ടം കഴിഞ്ഞു അവരുടെ രണ്ടുപേരുടെയും വിയോഗം. അപ്പോൾ മക്കയിൽ തനിക്ക് പ്രയാസങ്ങളിൽ താങ്ങായ ആരുമില്ല. അതുകൊണ്ട് തന്നെ തന്റെ ബന്ധുക്കളുടെ താങ്ങ് തേടി, തന്റെ ബന്ധുക്കളുടെ കരുണ തേടി, സ്നേഹം തേടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ് തായിഫിലേക്ക്. തായിഫ് നമുക്കറിയാം, ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാവുന്നതാണ്.
മലകൾ താണ്ടി മക്കയിൽ നിന്ന് തായിഫിലേക്ക് ദുർഘടമായ യാത്ര ഇന്നത്തെ പോലെയല്ല. എന്തിനു വേണ്ടി? തന്റെ ബന്ധുക്കളുടെ അവിടെ, ആ ബന്ധുക്കളുടെ സഹായം ലഭിക്കണം. അതിനുവേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. പക്ഷേ അവിടെ നിന്ന് ഒരു സഹായം തേടിച്ചെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത് പീഡനങ്ങളും ക്രൂരതകളുമായിരുന്നു. അവസാനം മാന്യമായി തിരിച്ചു പോരാൻ പോലും അദ്ദേഹത്തെ അവരനുവദിച്ചില്ല. അവർ ഓരോ ബന്ധുക്കളുടെ ഓരോ വീടുകൾക്കടുത്തേക്ക് കടന്നു ചെന്നപ്പോഴും അദ്ദേഹത്തെ പരിഹസിച്ചും വൃത്തികെട്ട വർത്തമാനങ്ങൾ പറഞ്ഞും അപഹസിച്ചും തിരിച്ചയക്കുക മാത്രമല്ല, ആ നാട്ടിൽ നിന്ന് മാന്യതയോടുകൂടി തിരിച്ചു പോകാൻ പോലും അദ്ദേഹത്തെ അവർ അനുവദിച്ചില്ല. അദ്ദേഹം തിരിച്ചു പോകുമ്പോ തെണ്ടി പിള്ളേരെ വിട്ടവർ, കൈകളിൽ കല്ലുകൾ കൊടുത്തവർ, എന്നിട്ട് റഹ്മത്തുൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി വിളിച്ചും പുലഭ്യം പറഞ്ഞും കല്ലുകൾ കൊണ്ട് എറിഞ്ഞും അദ്ദേഹത്തെ ഓടിക്കുകയായിരുന്നു ആ നാട്ടിൽ നിന്ന്. അങ്ങനെ എല്ലാ നിലക്കും അപമാനിതനായ, കാലുകളിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു തോട്ടത്തിൽ അഭയം ലഭിക്കുന്നു. ആ തോട്ടത്തിലെ അഭയത്തിന്റെ സമയത്ത് ഒരൽപ്പം വിശ്രമിക്കുന്ന സമയത്തതാ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കുന്നു. പ്രവാചകരെ, അല്ലാഹുവിൽ നിന്ന് കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. എന്താണ് നിർദ്ദേശം? പ്രവാചകരെ, താങ്കളുടെ ഒരു വാക്കുണ്ടെങ്കിൽ താങ്കൾ എന്ന് പറഞ്ഞാൽ ഈ താരിഫ് പ്രദേശത്തെ മുഴുവനും നശിപ്പിക്കുവാനുള്ള നിർദ്ദേശമാണ് അല്ലാഹുവിന്റെ നിർദ്ദേശം. ആ രൂപത്തിലാണ് റഹ്മത്തുൽ ആലമീനോട് അവർ പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ തന്നെ നശിപ്പിക്കുവാനുള്ള നിർദ്ദേശമാണ് അല്ലാഹുവിന്റേത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റഹ്മത്തുൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യ സമൂഹത്തെ വിമോചനത്തിലേക്ക്